ജനറൽ ആശുപത്രികളെ മെഡിക്കൽ കോളേജുകളായി മാറ്റുന്നതിനും അങ്ങനെ തുടങ്ങുന്ന മെഡിക്കൽ കോളേജുകളിലേക്ക് ജനറൽ ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാരെ ഡെപ്യൂട്ടേഷനിൽ നിയമിക്കുന്നതിലും പ്രതിഷേധിച്ചാണ് KGMOയുടെ നേതൃത്വത്തിൽ സർക്കാർ ഡോക്ടർമാരുടെ നിസ്സഹകരണ സമരം. ജനറൽ ആശുപത്രികളെ നിലനിർത്തി വേണം മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ. ഡോക്ടർമാരെ ഡെപ്യൂട്ടേഷനിൽ നിയമിക്കുന്നത് പൊതു ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാരുടെ ലഭ്യത കുറക്കും. അത് പൊതു ആരോഗ്യരംഗം തകർക്കുന്നതിലേക്ക് നയിക്കുമെന്നും ഡോക്ടർമാർ ആരോപിക്കുന്നു. ഇതോടൊപ്പം സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ദൗർലഭ്യം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെടുന്നു. ആരോഗ്യ മേഖലയിൽ സർക്കാർ നടത്തുന്ന എല്ലാ പൊതുപരിപാടികളും ബഹിഷ്കരിച്ചുകൊണ്ടാണ് നിസ്സഹകരണ സമരം. മാസത്തിൽ 15 പ്രവൃത്തി ദിവസങ്ങളോളം ഇത്തരം പരിപാടികൾക്കായി മാറ്റിവെക്കുകയാണെന്നും നിസ്സഹകരണ സമരം ഇതിന് മാറ്റമുണ്ടാക്കുമെന്നും ഡോക്ടർമാർ പറയുന്നു. രോഗികൾക്ക് യാതൊരു ചികിത്സാ സംവിധാനവും നിഷേധിക്കുന്നില്ല ഞങ്ങൾ. കാരണം എല്ലാ ഡോക്ടർമാരും ആശുപത്രികളിൽ തന്നെ ഉണ്ടായിരിക്കും. മറിച്ച് നമ്മൾ VIP ഡ്യൂട്ടികൾ, പുറത്തുള്ള ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, അങ്ങനെയുള്ള ക്യാമ്പുകളൊക്കെയാണ് നമ്മൾ ഈ നിസ്സഹകരണ സമരത്തിലൂടെ ഒഴിവാക്കുന്നത്. അതേസമയം സമരക്കാർക്കെതിരെ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചു. ആശുപത്രി പ്രവർത്തനങ്ങളെ സമരം ഒരു തരത്തിലും ബാധിക്കില്ലെന്നിരിക്കെ ഡയസ്നോൺ പ്രഖ്യാപനം അനാവശ്യമാണെന്ന് KGMO പറഞ്ഞു. മരുന്ന് ദൗർലഭ്യം ഉയർത്തിക്കാട്ടുന്നതിനുള്ള വിരോധമാണ് ഡയസ്നോൺ പ്രഖ്യാപനത്തിന് പിന്നിലെന്നും അവർ ആരോപിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.